ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പകലുള്ള യുദ്ധം വിട്ട് കഴിഞ്ഞിട്ട് രാത്രിയിലുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നാളെ ഒരു അംബ്രല കട്ടിങ്ങിൻ്റെ ചുരിദാർ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് കിടക്കാലോ എന്ന് ഓർത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് ഇത് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ പകൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പാവാടയൊക്കെയാണ് കേട്ടോ കിടക്കുന്നത്. ഓണത്തിൻ്റെ സമയത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ പ്ലീറ്റ് ഇട്ടിട്ട് നമ്മൾ വൺ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാതിട്ടേക്കും. എന്നിട്ട് അത് അയൺ ചെയ്തിട്ട് സൈഡ് കൂട്ടാറുള്ളൂ കേട്ടോ. അതാകുമ്പോൾ എളുപ്പമുണ്ട്, നല്ല നീറ്റായിട്ട് നമുക്ക് പ്ലീറ്റ് ഇടാനും പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ ഇതേ നേരം വെളുത്തുള്ള വീഡിയോ ആണ് കേട്ടോ. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഒരു 10-10:30 ആയപ്പോൾ അവൾ വന്നു. അപ്പോൾ രണ്ടുപേരും കൂടി അത് വേഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ അപ്പുറം ഇപ്പുറം സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ രാത്രി തന്നെ ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ അവളിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഉണ്ട്, എൻ്റെ കൊച്ചുമുണ്ട്, അതുപോലെ തന്നെ അവളുടെ 2 പിള്ളേരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുങ്ങളൊക്കെ വെച്ചിട്ടുള്ള കലാപരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവധിയുള്ള ദിവസമായതുകൊണ്ട് അവളുടെ പിള്ളേരെയും കൂടെ കൊണ്ടുവന്നു. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ 3 പേരും കൂടെ ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടും വഴക്കും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതേ 3 എണ്ണത്തിനും കൂടെ പിടിച്ചത് ഷീറ്റിൽ താഴെ എത്തിയതാണ്. എന്നാലും ഇരിക്കൂല. അതിനിടയ്ക്ക് സ്റ്റിച്ച് ചെയ്യണത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാലേ സമാധാനം വരുമല്ലോ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് കറണ്ട് പോയപ്പോൾ ഒരു മെഷീൻ ഓഫ് ചെയ്തു. പിന്നെ ഉള്ളത് ഇൻവെർട്ടറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്തായാലും പെട്ടെന്ന് കൊടുക്കേണ്ടത് തന്നെ. പിന്നെ അതൊന്നും നോക്കിയില്ല, അങ്ങ് സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അവൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കും. സ്റ്റിച്ച് ചെയ്യാനായിട്ട് സമ്മതിക്കത്തൊന്നുമില്ല കേട്ടോ. 3 എണ്ണവും കൂടി ബഹളമായിരിക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അവിടെ തോണ്ടി ഇവിടെ തോണ്ടി ഒന്നിൽ എവിടെയെങ്കിലുമൊക്കെ തിരിച്ച് പിടിക്കാനുണ്ട്, അതുമൊക്കെ തിരിച്ച് പിടിച്ചോണ്ടേ ഇരിക്കുള്ളൂ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ നിലവിലെ അവസ്ഥ. അങ്ങനെ ഇതേ നമ്മൾ വേഗം തന്നെ നമ്മുടെ അംബ്രല ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ അംബ്രലയാണ് കൊടുത്തേക്കുന്നത്, സെമി അല്ല കേട്ടോ. അതുപോലെ പാൻറ്റ് ഇതുപോലെയാണ് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിൽ എലാസ്റ്റിക് കൊടുത്തേക്കാണ്. ഷോളിൻ്റെ അറ്റത്ത് നമ്മളിത് ഇതുപോലെ ലേസ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ലേസ് കൊടുത്തത് കാരണം വേറെ എങ്ങും കാര്യമായിട്ട് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഷോളിൽ അവർ ലേസ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്ക് നമ്മൾ സ്കാലപ്പ് പോലെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ വാങ്ങിക്കാനായിട്ട് വരും. ഇന്ന് വൈകുന്നേരം അവളുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത്. അപ്പം നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ലായിരുന്നു. 2 ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചതായിരുന്നു കേട്ടോ. അപ്പം വേറെ കൊടുക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ തയ്ച്ച് കൊടുക്കാമെന്ന് അങ്ങനെ പറഞ്ഞു. എൻ്റെ ഇടയ്ക്ക് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒരാളടുത്ത് കൊടുക്കുന്നത് പുള്ളിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അവൾ ഇട്ട് നോക്കാനായിട്ട് വന്നിട്ടോ. അപ്പോൾ അതാണ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. നല്ല കറക്റ്റായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരത്തേക്ക് ഈ ഒരു ടോപ്പും ഇതിൻ്റെ സ്കേർട്ടും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് 2 പേരും കൂടെ വേഗം സ്റ്റിച്ച് ചെയ്ത് തീർത്തു കേട്ടോ. 3 പേരും കൂടെ ഉള്ള ദിവസം ഭയങ്കര ഒരു ടാസ്ക് പിടിച്ച പരിപാടി തന്നെ കേട്ടോ. 3 അലമ്പാണ്. 3-ൽ ഒരെണ്ണം കുഴപ്പമില്ല, അവന് ഇച്ചിരി വലുതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ബാക്കി 2 എണ്ണത്തിനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. തയ്ക്കാൻ കയറിയിരുന്നാലും പണിയാണ്, അതുപോലെ കട്ട് ചെയ്യാനിരുന്നാലും അതിനിടയ്ക്കൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കും. താഴെ പോയി കളിക്കാൻ പറഞ്ഞാൽ 3 പേരും താഴെ പോയിരിക്കില്ല കേട്ടോ. പിന്നെ അത് ഈ സ്കേർട്ടും ടോപ്പും ആയിരുന്നു കേട്ടോ കൊടുക്കാണ്ട്. അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് സ്കേർട്ടും സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ വൈകുന്നേരം ഇത് വാങ്ങിക്കാനായിട്ട് ആൾ വരും. നാളെ അവർക്ക് എന്തോ ഫംഗ്ഷൻ ഇട്ടുകൊണ്ട് പോകാനായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.